ഹായ് വെൽക്കം ടു മാറ്റ്കം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ റീസണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനകത്ത് ഡൈസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ടോപ്പിക്കിലെ രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡൈസ് എന്ന് പറയുന്നത് SSC എക്സാം, RRB എക്സാം, കേരള വേരിയസ് സ്റ്റേറ്റ് PSC എക്സാമുകളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ബിഫോർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ, നമ്മുടെ ചാനലിൽ വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ് related to quantitative aptitude, class 10, plus 1, plus 2, physics, chemistry, mathematics topics, then Indian polity videos, some general videos are available. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടുകാരുമായിട്ടും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ നമ്പേഴ്സ് ഓൺ ദി ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ ഡൈസ്. ഒരു ഡൈസ് ഓപ്പൺ ചെയ്ത് 6 ഫേസുകൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഫേസുകൾ, ഡൈസിന്റെ ഓപ്പോസിറ്റ് ഫേസിൽ വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡൈസ് വരയ്ക്കുവാണെങ്കിൽ, നമ്മൾ ഡൈസ് വരച്ചാൽ, സോ ഇതിനെ ഇപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ അസ്യൂം ദാറ്റ് 4 ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഡൈസ്. 4 ഡൈസിന്റെ ടോപ്പിലാണെങ്കിൽ 3യെ നമുക്ക് നേരെ താഴോട്ട് ഫോൾഡ് ചെയ്യാം. 3യെ നേരെ താഴോട്ട് ഫോൾഡ് ചെയ്താൽ 3 വിൽ കം അറ്റ് ദ ബാക്ക്. 3 എന്ന് പറയുന്നത് നേരെ ബാക്കിൽ വരും. സോ അതേപോലെ തന്നെ 6നെ നേരെ മുമ്പോട്ട് ഫോൾഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? 6 നേരെ ഫ്രണ്ടിൽ വരും. അതായത് 3 എന്ന് പറയുന്നത് 6ന് നേരെ ഓപ്പോസിറ്റ് ആവും. ദ സെയിം വേ 3യും 6ഉം ഡൗണിലേക്ക് ഫോൾഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി 6നോട് അറ്റാച്ച് ചെയ്തിരുന്ന 2 നേരെ താഴെ വന്നു. 2നെ നമ്മൾ 90 ഡിഗ്രി ഫോൾഡ് ചെയ്യുവാണെങ്കിൽ എക്സാക്ട്ലി 4ന് കീഴെ എന്ത് വരും? 4ന് കീഴെ 2 വരും. ഇൻ ദ സെയിം വേ 1നെയും 5നെയും സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ട് സൈഡും ക്ലോസ് ആവും. 1ഉം 5ഉം ഓപ്പോസിറ്റ് ഈച്ച് ആവും. സോ 1ഉം 5ഉം ഓപ്പോസിറ്റ് ഈച്ച് ആണ്. 3യും 6ഉം ഓപ്പോസിറ്റ് ഈച്ച് ആണ്. 4ഉം 2ഉം ഓപ്പോസിറ്റ് ഈച്ച് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഡൈസ് എടുത്താൽ ആ ഡൈസിനകത്ത് ഈ ഫേസും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. ദെൻ ഈ ഫേസും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. ദെൻ ഈ ഫേസും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഓപ്പോസിറ്റുള്ള നമ്പറുകളെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ സെറ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ സെറ്റ്, നമ്മൾ ഡൈസിനെ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുവാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനു വേണ്ടിയും നമ്മൾ ഡൈസിനെ അസ്യൂം ചെയ്യുക. നമുക്കറിയാം ഒരു ഡൈസിനെ സംബന്ധിച്ചിടത്തോളം 6 ഫേസസ് ആണുള്ളത്. 2 ഫേസസ് ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. സോ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസിനെ അസ്യൂം ചെയ്ത്, നമ്മൾ 4നെ ടോപ്പായിട്ട് അസ്യൂം ചെയ്താൽ, 4നെ ടോപ്പ് ആക്കിയാൽ 2വിനെ നേരെ താഴോട്ട് മടക്കാം. അപ്പൊ 2 ബാക്കിൽ വരും. 3യെ നേരെ മുമ്പോട്ട് നടക്കാം. അപ്പൊ എന്ത് വരും? 3 ഫ്രണ്ടിലെ ഫേസിൽ വരും. അപ്പൊ 2ഉം 3യും എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ വരും. ദെൻ 4ന് സൈഡിലുള്ള 5നെ ഉള്ള ഫേസിൽ നമുക്ക് താഴോട്ട് മടക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? 4ന് സൈഡിലായിട്ട് 5 ഇവിടെ വരും. ഇതിനെ നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുവാണെങ്കിൽ, അപ്പൊ എന്ത് ഫോൾഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? ഫോൾഡ് ചെയ്യുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 1ഉം 6ഉം അടങ്ങിയിട്ടുണ്ട്. 1ഉം 6ഉം ഫോൾഡ് ചെയ്താൽ 1നെ 6നെ വീണ്ടും ഫോൾഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 1 വരും, ഇവിടെ 6 വരും. സോ നമ്മളിത് ഓരോന്നായിട്ട് ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ഫേസ് വരുന്നതെന്ന് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ എന്താ? 2ഉം 3യും ഓപ്പോസിറ്റ്, 4ഉം 1ഉം ഓപ്പോസിറ്റ്, 6ഉം 5ഉം ഓപ്പോസിറ്റ്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫേസും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. ദെൻ ഈ ഫേസും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. ഈ ഫേസും ഓപ്പോസിറ്റ് ഈച്ച് അതർ ആയിരിക്കും. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് എങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അതല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ സൊല്യൂഷനോ ഏതെങ്കിലും ടോപ്പിക്കിന്റെ ഡിസ്ക്രിപ്ഷനോ ആവശ്യമാണെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ പറയുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching.